ഹലോ സുഹൃത്തുക്കളെ, എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അവിൽ വെച്ച് ഒരു ഹൽവയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ഹൽവയാണ്. നമ്മളിതിനകത്ത് ആവശ്യമില്ലാത്ത നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് അളവിൽ അവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതേ കണക്കിലൊരു വലിയൊരു മഗ്ഗിനകത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 2 കപ്പ് അളവിൽ അവിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടൊന്നും നമുക്കിതൊന്നും വറുത്തെടുക്കേണ്ട കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുക്കുന്നതിൻ്റെ കറക്റ്റ് പരുവമെന്ന് പറയുന്നത് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ പൊടിഞ്ഞു വരണം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇത് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം. നമ്മൾ കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ഞെരടുമ്പോൾ തന്നെ ഇതേപോലെ പൊടിഞ്ഞു വരും. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അടുപ്പിൽ നിന്ന് നേരെ മാറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ ആ ഒരു ചൂട് കൊണ്ട് ഇതിൻ്റെ അടിഭാഗം ഫുള്ള് കരിഞ്ഞു പോകും. എന്നിട്ട് തണുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കുക. ഇപ്പം നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ, അതായാലും മതി. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച് അവിലിട്ട് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് അളവിൽ അവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അളവിൽ അവിലിന് 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും അത്രയും തേങ്ങ തിരുവി എടുക്കണമെന്നാണ്. അതൊന്നും അല്ല. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് ആദ്യം 1-ാം പാലെടുത്തു, പിന്നെ 2-ാം പാലെടുത്തു. അങ്ങനെ നമ്മൾ എടുത്ത കപ്പിന് 3 കപ്പ് അളന്ന് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അവിലെല്ലാം കൂടെ കുതിർന്ന് ഇതേപോലെ കട്ടിയായിട്ട് വരും. ഇനി വേണ്ടുന്നത് ഒരു 3/4 കപ്പ്, എടുത്ത കപ്പുണ്ടല്ലോ, നിങ്ങൾ ഏതിലാണോ മെഷർ ചെയ്യുന്നത് ആ കപ്പിൽ 3/4 കപ്പ് ശർക്കര എടുക്കുക. അതൊന്ന് പാനിയാക്കി എടുക്കുക. പാനിയാക്കി അരിച്ചെടുക്കുക. എന്നിട്ട് അതും ഇതിലൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഒരു ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആണെങ്കിൽ നമുക്കങ്ങനെ പറ്റില്ല. ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. അത് അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ആ ബർണറിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബർണറിൻ്റെ തീയുടെ ലെവൽ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവത്തില്ല. നമ്മളിങ്ങനെ തിളച്ച് വരുന്ന കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കണം. ഇപ്പോഴല്ല, കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുക്കുന്ന ഞാനിവിടെ എപ്പോഴും ഏലക്ക ഇട്ട് കൊടുക്കാറുള്ളത് ചതച്ചിട്ടാണ്. പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അല്പം പഞ്ചസാരയും കൂടി ഇട്ട് ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുത്ത് നല്ല ഫൈൻ പൗഡർ ചേർക്കാവുന്നതാണ്. എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിതുപോലെ കുറുകി വരും. ഇച്ചിരി നേരം നമ്മളൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഈ ഒരു പരുവത്തിലൊക്കെ ആയി കിട്ടത്തുള്ളൂ. അപ്പം താരതമ്യേന ഇങ്ങനെ മിക്സിങ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതെന്ത് ചെയ്യുന്നത്, കളറ് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അത്ര നല്ല കറുത്ത ശർക്കരയല്ല. നിങ്ങളുടെ കയ്യിൽ നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല ഡാർക്ക് ബ്ലാക്കിൽ നമുക്ക് കിട്ടും. ഇനി എല്ലാം നല്ലതുപോലെ ആയി വരുന്ന സമയത്ത്, നല്ല വിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പം അണ്ടിപ്പരിപ്പൊന്നും ഇല്ല. എൻ്റെ കയ്യിൽ കുറച്ച് കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്ത എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കിടെ കയ്യിലുള്ള വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അത്രമാത്രം. ഇനി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പം കണ്ടില്ല, നല്ല ബോൾ പോലെ ഉരുണ്ട് വരുന്ന കണ്ടില്ലേ, ഇതേപോലാണ് നമ്മുടെ ആയി വരേണ്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹൽവയുടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാൻ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിവിടെ കേക്കിൻ്റെ ഒരു പാത്രമാണ്, കേക്ക് ഉണ്ടാക്കുന്ന ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് തടവിയതിന് ശേഷം വേണമെങ്കിൽ വെളുത്തുള്ള ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. എൻ്റെ ഇപ്പം കുറച്ച് വെളുത്തുള്ള ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു, വീഡിയോയ്ക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി. പിന്നെ ആ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ
അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അവിൽ കൊണ്ട് ഉണ്ടാക്കിയ അലുവയാണെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ നാച്ചുറലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അലുവയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.